നിറപ്പകിട്ടോടെ തലസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിൽ 35 വേദികളിലായി നടക്കും. 24-ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ട അതിഥിയാകും. അന്നേ ദിവസം വൈകിട്ട് 5:30-ന് ശോഭനയുടെ നൃത്ത പരിപാടി. വാരാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ട്രേഡ് ഫെയർ ഓഗസ്റ്റ് 21-ന് മന്ത്രി കെ മുരളീധരനും, ഫുഡ് ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 23-ന് കനകക്കുന്നിൽ മന്ത്രി CP ജോണും ഉദ്ഘാടനം ചെയ്യും. 21-ന് കോവളത്ത് നിന്ന് ആരംഭിക്കുന്ന വിളംബര പതാക ഘോഷയാത്ര വിവിധ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി 23-ന് കനകക്കുന്നിൽ സമാപിക്കും. ഓഗസ്റ്റ് 30-നാണ് ഓണം ഘോഷയാത്ര. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. മാനവീയം വീഥിയിൽ നിന്നും വൈകിട്ട് 5-ന് തുടങ്ങി കിഴക്കേക്കോട്ടയിൽ ഘോഷയാത്ര സമാപിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ ഫ്ലോട്ടുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫോക്ക് കലാരൂപങ്ങൾ ഉൾപ്പെടെ 100-ലേറെ കലാരൂപങ്ങൾ അണിനിരക്കും. ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് വിവിധ പവിലിയനുകൾ ഉണ്ടാകും. ഉദ്ഘാടന പവിലിയൻ മാനവീയത്തിന് സമീപവും VIP പവിലിയനുകൾ സംസ്ഥാന പബ്ലിക് ലൈബ്രറി, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവയ്ക്ക് സമീപവും ജഡ്ജസ് പോയിന്റ് ടൂറിസം ഡയറക്ടറേറ്റിന് സമീപവും സജ്ജമാക്കും. വിദേശ വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക പവിലിയൻ ഒരുക്കും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാണ് അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി 3000-ഓളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. നിശാഗന്ധി, പൂജപ്പുര സെൻട്രൽ സ്റ്റേഡിയം എന്നിവ പ്രധാന വേദികളാണ്. കോവളവും ഓണാഘോഷ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടികളിൽ ഉണ്ണിമേനോൻ, ഹരിശങ്കർ, അനൂപ് ശങ്കർ, വിനീത് ശ്രീനിവാസൻ, ഹരീഷ്, ശിവരാമകൃഷ്ണൻ, സൂരജ് സന്തോഷ്, നിത്യ മാമൻ, മധു ബാലകൃഷ്ണൻ, അരവിന്ദ് വേണുഗോപാൽ, പന്തളം ബാലൻ, നജീം അർഷാദ്, മഞ്ജരി, വൈക്കം വിജയലക്ഷ്മി, അഭയ ഹിരൺമയി, സച്ചിൻ വാര്യർ, രശ്മി സതീഷ്, അപർണ രാജീവ്, അതുൽ നറുകര തുടങ്ങിയ ഗായകരും സംഗീതജ്ഞരും പങ്കെടുക്കും. ഇത്തവണ കനകക്കുന്ന് വളപ്പിലെ ആഘോഷ മേഖലയെ ബിസിനസ് സോൺ, ഫ്യൂച്ചർ സോൺ, ആർട്ട് ആൻഡ് കൾച്ചർ സോൺ, ഫുഡ് സോൺ എന്നിങ്ങനെ 4 സോണുകളാക്കി തിരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കവടിയാർ മുതൽ അട്ടക്കുളങ്ങര വരെയും ശാസ്തമംഗലം മുതൽ വെള്ളയമ്പലം വരെയുമാണ് ദീപാലങ്കാരം. പരിപാടികളുടെയും വേദികളുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ QR കോഡ് സംവിധാനവും ഉണ്ടാകും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഓണാഘോഷം. വിവിധ ജില്ലകളിലും ഓണാഘോഷ വേദികൾ ഒരുക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തലസ്ഥാന നഗരിയിലെ കനകക്കുന്ന്, കൊട്ടാരം, വളപ്പ് ഉൾപ്പെടെയുള്ള ആഘോഷവേദികളിലേക്ക് ജനങ്ങൾക്ക് സുഗമമായി എത്തുന്നതിനും വാഹന ഗതാഗതം തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വ്യാപാരമേള, ഭക്ഷ്യമേള, KTDCയുടെ പായസ മത്സരം എന്നിവയും ഓണാഘോഷങ്ങളുടെ പ്രധാന ആകർഷണങ്ങളാണ്.